Next question, integral 0 to pi by 2, integral 0 to pi by 2, 2 log sin x minus log sin 2x dx. ഓക്കെ, ഈ സൈൻ 2x നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. എന്താണ് സൈൻ 2x? സൈൻ 2x 2 sin x cos x, 2 sin x cos x. അങ്ങനെയാണെങ്കിൽ ലോഗ് സൈൻ 2x എന്തായിരിക്കും? ലോഗ് സൈൻ 2x ഈക്വൽ ടു എന്തായിരിക്കും? ലോഗ് 2 sin x cos x അല്ലെ? സൈൻ 2xനെ റീപ്ലേസ് ചെയ്തിട്ട് 2 sin x cos x എന്നുള്ളത്. ഇനി ലോഗിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലോഗ് എ ബി സി. ലോഗ് എ ബി സി എന്തിനോട് ഈക്വൽ ആണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോഗ് 2 sin x ലോഗ് 2 sin x cos x അതിനെ എങ്ങനെ എഴുതാൻ കഴിയും? ലോഗ് 2 പ്ലസ് ലോഗ് sin x പ്ലസ് ലോഗ് cos x. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയായി മാറും? ഇൻ്റഗ്രൽ 0 to pi by 2 2 ലോഗ് sin x മൈനസ്, ഇനി ഇതെന്താണ്? ലോഗ് 2 നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലോഗ് സൈൻ 2x എന്തിനോട് ഈക്വൽ ആണ്? ലോഗ് 2 സൈൻ 2x മൈനസ് ലോഗ് 2 പ്ലസ് ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ്. അപ്പം എങ്ങനെയാണത് വന്നിട്ടുള്ളത്? സൈൻ 2xനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? 2 sin x കോസ് എക്സ്. അതെന്തിനോട് ഈക്വൽ ആണ്? ലോഗ് 2 പ്ലസ് ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ്. മൈനസ് ആയതുകൊണ്ട് മൈനസ് ഓഫ് ലോഗ് 2 പ്ലസ് ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് കോസ് എക്സ്. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ 0 to pi by 2 2 ലോഗ് സൈൻ എക്സ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? മൈനസ് ലോഗ് 2 അല്ലേ? മൈനസ് ലോഗ് 2 അഗൈൻ മൈനസ് ലോഗ് സൈൻ എക്സ് മൈനസ് ലോഗ് സൈൻ എക്സ്. അടുത്തെന്തായിരിക്കും? മൈനസ് ലോഗ് കോസ് എക്സ് മൈനസ് ലോഗ് കോസ് എക്സ്. അത്രയും ഡി എക്സ്. ഇനി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ലോഗ് സൈൻ എക്സ്, ഇവിടെ ഒരു 2 ലോഗ് സൈൻ എക്സ് ഉണ്ട്. അതിന് ലോഗ് സൈൻ എക്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ ആരാളുള്ളത്? ലോഗ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ് അല്ലേ? 0 to pi by 2 0 to pi by 2 മൈനസ് ലോഗ് 2 അത് അവിടെ ബാലൻസ് ആയി കിടക്കും. മൈനസ് ലോഗ് കോസ് എക്സും അവിടെ ബാലൻസ് ആയി കിടക്കും അല്ലേ? ഇതാണ് ഐ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ സെയിം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എന്തായിരുന്നത്? ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തിനോട് ഈക്വൽ ആണ്? ഇൻ്റഗ്രൽ 0 to a എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊടുക്കും? എ മൈനസ് എക്സ് ഡി എക്സ് എന്ന് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എ മൈനസ് എക്സ് എന്താണ്? പൈ ബൈ 2 അല്ലേ? എ ആരാണ്? പൈ ബൈ 2. അപ്പോൾ പൈ ബൈ 2 മൈനസ് എക്സ് എങ്ങനെയായി മാറും? ഇൻ്റഗ്രൽ 0 to pi by 2 ലോഗ് സൈൻ എക്സ് എന്തായി മാറും? സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് മൈനസ് ലോഗ് 2 മാറ്റമൊന്നുമില്ലാതെ അതുപോലെ ഉണ്ടാകും. മൈനസ് ലോഗ് കോസ് എക്സ് എന്തായി മാറി? കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ഡി എക്സ്. അങ്ങനെ ചെയ്തതോടെ കൂടി സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ്. അപ്പോൾ ലോഗ് കോസ് എക്സ് മൈനസ് ലോഗ് 2 മൈനസ് ലോഗ് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്താണ്? സൈൻ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ 0 to pi by 2 അല്ലേ? ഇനി നേരത്തെ കിട്ടിയ ഐയും ഇവിടെ കിട്ടിയ ഐയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും?
2i ഈക്വൽ ടു 0 to pi by 2. ഫസ്റ്റത്തെ ഐ എന്തായിരുന്നു? ലോഗ് സൈൻ എക്സ് മൈനസ് ലോഗ് 2 മൈനസ് ലോഗ് കോസ് എക്സ്. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടിയ എന്തായിരുന്നു? പ്ലസ് ലോഗ് കോസ് എക്സ് മൈനസ് ലോഗ് 2 മൈനസ് ലോഗ് സൈൻ എക്സ് അത്രയും ഡി എക്സ്. ഈ നോക്കൂ, ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ആയില്ലേ? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോഗ് സൈൻ എക്സും മൈനസ് ലോഗ് സൈൻ എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അതുപോലെ തന്നെ മൈനസ് ലോഗ് കോസ് എക്സും പ്ലസ് ലോഗ് കോസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി അവിടെ ആര് മാത്രമാണുള്ളത്? -2 ലോഗ് 2 -2 ലോഗ് 2 അല്ലെ, -2 ലോഗ് 2 ഡി എക്സ്. ഇവിടെ 0 to pi by 2. ഇതാണ് 2i. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ i ഈക്വൽ എന്തായിരിക്കും? i ഈക്വൽ ടു മൈനസ് ലോഗ് 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? അപ്പോൾ ലോഗ് 2 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണെന്ന് മറക്കരുത്, അവിടെ എക്സ് ഒന്നുമില്ല. അപ്പോൾ എക്സ് ലോഗ് 2ലാണ് ഇനി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുന്നത് 0 to pi by 2. അങ്ങനെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് പൈ ബൈ 2 ലോഗ് 2 മൈനസ് 0 ലോഗ് 2. 0 എന്ത് ചെയ്താലും 0 ആയിരിക്കും. ഓക്കെ, അതിന് ഫൈനൽ ആൻസർ എന്ത് വരും? -π/2 log 2.